നീതി അകലെയെന്നും നിർണായക തെളിവുകൾ അന്വേഷിച്ചില്ല എന്നും കണ്ണൂർ ADM-ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ കുടുംബം. PP ദിവ്യയുടെ പേരിലുള്ള നമ്പർ ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്ന് സഹോദരൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ ബാബു പറഞ്ഞു. ഒപ്പം നിന്നവർക്ക് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നന്ദി അറിയിച്ചു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ പരിധിയിലുണ്ടെന്ന്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അതിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല. കാര്യക്ഷമമായ അന്വേഷണം തന്നെ വരണം, എങ്കിലേ സത്യം പുറത്തു വരത്തുള്ളൂ. നീതി ഇപ്പോഴും വളരെ അകലെയാണെന്നൊരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേർന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ കേരള ജനത മുഴുവൻ ഞങ്ങളുടെ കൂടെയായിരുന്നു, മനുഷ്യത്വമുള്ളവർ. അവരുടെ എല്ലാം പിന്തുണ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഉണ്ടായിട്ട് 1 വർഷം തികഞ്ഞ വേളയിലായിരുന്നു ഈ പ്രതികരണങ്ങൾ ഉണ്ടായത്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, അവർ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇതിൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പാളിച്ചകളെന്ന് വിശദമായി പറയുന്നു. കൂടുതൽ നിയമ നടപടികളിലേക്ക് തങ്ങൾ പോകുമെന്ന് കൂടി അവർ പറഞ്ഞു വയ്ക്കുകയായിരുന്നു, അല്ലേ? അതായത് അനുജ, ഈ നവീൻ ബാബുവിന്റെ മരണം നടന്ന 1 വർഷം പിന്നിടുമ്പോൾ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു മഞ്ജുഷ സംസാരിച്ചു തുടങ്ങിയത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് അവർ പറഞ്ഞു. ഒപ്പം നിന്നവരെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെയും തങ്ങൾക്കറിയാമെന്നും CPM-ലെ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ച് തന്നെ മഞ്ജുഷ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ല. ഈ PP ദിവ്യയുടെ പേരിലുള്ള നമ്പർ, ഫോൺ നമ്പറിൽ ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ല. കോടതിയിൽ വിശ്വാസമുണ്ട്, അതാണ് പുനരന്വേഷണം ആവശ്യപ്പെട്ടതെന്നും കുടുംബം പറയുകയുണ്ടായി. ഒപ്പം തന്നെ നീതി അകലെ എന്നായിരുന്നു സഹോദരൻ പ്രവീൺ ബാബുവിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം. എന്തായാലും ഈ കേസിൽ തുടരന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി കോടതിയെ കുടുംബം സമീപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ നീതി ലഭിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എന്തായാലും കഴിഞ്ഞ 1 വർഷമായി തുടരുന്ന നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അനുജ, ശരി. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.